ഇന്നിപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു വിളവെടുപ്പിൻ്റെ വീഡിയോയുമായിട്ടാണ്. നമ്മുടെ കുറ്റിക്കുരുമുളകിൽ നല്ല കായ്ഫലം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏത് സമയത്തും നമുക്കൊരു കുരുമുളകിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുക ആണെങ്കിൽ നമ്മൾ കുറ്റിക്കുരുമുളക് വെച്ചാൽ മതി. ഇപ്പോഴത്തെ സീസണിൽ എല്ലാ കുരുമുളകിലും നോക്കിയാലും നമ്മൾക്ക് തിരി കാണാം, അതൊരു പകുതി വിളവായതൊക്കെയാണ് കാണുള്ളൂ. പക്ഷേ ഇന്നിപ്പം നമ്മുടെ ഈ കുറ്റിക്കുരുമുളകിൽ നിറച്ച് പഴുത്ത് പാകമാകാറായി നിൽക്കുന്നു. അപ്പോൾ ഇനി ഇതിപ്പം പറിക്കണം, കാരണം പഴുത്ത് പോയി കഴിഞ്ഞിട്ട് പറിക്കുവാണെങ്കിൽ അത് പൊള്ളി ഇളകുന്ന പോലൊക്കെ വരാറുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കുരു മാത്രം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓക്കെ. അപ്പോൾ തൊലിയോട് കൂടി ഉണങ്ങാനാണെങ്കിൽ ഈ ഒരു പാകം, അതായത് 1-2 മുളകൊക്കെ അവിടെ ഇവിടെയൊക്കെ പഴുത്ത് വരുന്ന സമയത്ത് നമ്മൾ കുരുമുളക് പറിക്കാൻ തുടങ്ങണം. ഇങ്ങനെ കുറ്റിക്കുരുമുളക് ചെയ്യുന്നത് നമുക്ക് ലാഭമാണ്. നമ്മുടെ ടെറസിലോ വീടിൻ്റെ സൈഡിലോ കൂടുതൽ വെള്ളം വീഴാത്ത സ്ഥലങ്ങളിൽ നമ്മളിത് വെച്ചാൽ മതി. അങ്ങനെ വെച്ചൊരു ഭാഗമാണ്. അപ്പം ഞാനൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചതാണ്. ഇനിയിപ്പം ചെയ്യാനുള്ളത്, ഇപ്പോൾ ഈ മുളക് പറിച്ചതിന് ശേഷം ഇതിനെ എടുത്ത് വെള്ളം വീഴാത്തൊരു സ്ഥലത്തേക്ക് ഒരു 10-20 ദിവസം വയ്ക്കുക. 10-20 ദിവസം വെച്ചതിന് ശേഷം ഇതിൻ്റെ ഇലകളിൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തളിർക്കും. ആ തളിർത്ത് വരുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പുതിയ തിരിയിടും. കുരുമുളകിന് തിരിയെന്നാണ് പറയുക നമ്മളിവിടെ. പുതിയ തിരി ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് പിന്നെ നമ്മൾ അതിൻ്റെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ചെറുതായിട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാ മണികളും പിടിക്കും. സാധാരണ വലിയ കൊടിയാൽ നമ്മൾ ഈ തിരികളിലെല്ലാത്തും മണി പിടിച്ചിട്ടില്ല, പക്ഷേ ഇതിനകത്ത് എല്ലാ മണികളും പിടിച്ചിട്ടുമുണ്ട്. അത്യാവശ്യം എൻ്റെ ഒരു കുറ്റിക്കുരുമുളകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ ഒക്കെ ഒരു വർഷം നമ്മൾ പറിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറ്റിക്കുരുമുളക് എൻ്റെ കൈവശം ഉണ്ട് ഇവിടെ. അപ്പം നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. ഏറ്റവും കുറഞ്ഞ കൃഷിസ്ഥലം ഉണ്ടെങ്കിൽ പോലും നമുക്ക് കുറ്റിക്കുരുമുളക് ചെയ്യാൻ പറ്റും. ഇതുപോലെ 10-100 മുളകുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ വിലയനുസരിച്ചിട്ട് എത്ര ആദായകരമാണ്. ഇത് നമ്മൾ വീടിലോ വീടിൻ്റെ മണ്ടയ്ക്ക് ടെറസിലോ അല്ലെങ്കിൽ ഔട്ടർ ഗാർഡനിലൊക്കെ വെക്കാം. ഇതിൻ്റെ ഇപ്പുറ സൈഡിൽ നിൽക്കുന്നൊരു ചെടിയാണ് കണ്ടോ. ഇതിൻ്റെ ഇപ്പം തിരി പകുതി ആയതേ ഉള്ളൂ, ഇത് വളരുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ആണ് വ്യത്യാസം. പലതും പല സീസണിലാണ് കായ്ക്കുക. അത് എന്നും കായ്ച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്കിത് പറിച്ച് ഇതിൻ്റെ അളവൊന്ന് നോക്കാം, എങ്ങനെ ഉണ്ടാവും, എത്ര തൂക്കം ഉണ്ടാവും എന്നുള്ളത്. പച്ചയാണ്. ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ എങ്ങനെ പോലെ ഒരു 100-200 ഗ്രാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് 10 ചെടി ഉണ്ടെങ്കിൽ ഒരു സീസണിൽ 1 കിലോ പറിക്കാം. അതേപോലെ ഒരു സീസൺ എന്നല്ല, ഇതൊരു 3 പ്രാവശ്യമൊക്കെ പറിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ വിളവ് ഒരു 3-4 മാസം എടുക്കും. തിരി ആയിക്കഴിഞ്ഞിട്ട് വിളഞ്ഞ് വരാൻ 4 മാസത്തോളം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ നമ്മൾക്ക് ഇത് അങ്ങനെ സമയമൊന്നും നോക്കിയല്ല നമ്മൾ പറിക്കാറുള്ളത്. എപ്പം വളരുന്നു അപ്പം കായാവുന്നു അപ്പോൾ നമ്മൾ പറിച്ചെടുക്കാറുണ്ട്. അതുകൊണ്ട് കറക്റ്റ് സമയമൊന്നും അറിയത്തില്ല. പിന്നെ നമ്മൾ സീസണിൽ അല്ലാത്ത മരങ്ങളിൽ അല്ലെ കാലുകളിൽ ഇടുന്ന കൊടിയിൽ ചിലപ്പം 2 പ്രാവശ്യം പറിക്കാനുള്ളത് കിട്ടും. ചില സീസൺ തെറ്റി വല്ലോ കാലാവസ്ഥ വന്നാൽ. ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം സാധാരണ കുരുമുളക് മരത്തിലിട്ടാലോ കാലിലിട്ടാലോ അല്ലെങ്കിൽ പൈപ്പിൽ PVC-യിലൊക്കെ ഇട്ടാലോ കിട്ടാറുള്ളത്. ഇത് നമ്മൾ പ്രത്യേകിച്ച് പരിരക്ഷ കൊടുത്ത് കാര്യമായിട്ട് വെള്ളം കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. പിന്നെ ഇതിനും വെള്ളം നനയാൻ ആവശ്യമാണ്. തുടർച്ചയായിട്ട് മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ വയ്ക്കാതിരിക്കുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറ്റിക്കുരുമുളകുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. നമുക്ക് ചാനലുണ്ട്, ഒരു ഫേസ്ബുക്ക് ചാനലും ഒരു യൂട്യൂബ് ചാനലും ഉണ്ട് ഇവിടെ. ഓക്കെ, താങ്ക് യു.